മലപ്പുറം കാളികാവിലെ കടുവാ ദൗത്യവുമായി ബന്ധപ്പെട്ട് DFO മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഇന്നത്തെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, കുങ്കിയാനേനെ ആ ഒരു സ്പോട്ട് ചെയ്തതിന് ശേഷമാണ് കുങ്കിയാനകളെ കുറിച്ചുള്ള ഇത് തെരച്ചിലുണ്ടാവും. ഗുരുതരമായ പരിക്കുകളല്ല. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്. ഗുരുതരമായ പരിക്കുകളല്ല. ആശങ്കയൊന്നുമില്ല. ഡോക്ടർമാരാണ് പറയേണ്ട. ആനയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അത് ചെയ്യുന്നു. ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളും കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. എത്ര ക്യാമറകളാണ് സ്ഥാപിക്കുന്നത്? ലൈവ് സ്ട്രീമിങ്ങിൻ്റെ 5 ക്യാമറകൾ. അത് ഈ ആക്രമണം നടന്ന സ്പോട്ടിലാണ്, അതിനോടനുബന്ധിച്ച സ്ഥലങ്ങളിൽ. നേരത്തെയുള്ള ക്യാമറയ്ക്ക് പുറമേ അതെ ലൈവ് സ്ട്രീമിംഗ് അതെ കടുവയെ പെട്ടെന്ന് പിടിക്കാൻ കഴിയുന്ന 100% പിടിക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക്. ഈ കടുവയുടെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് തന്നെ അനുമാനിക്കാൻ അതിൻ്റെ ആരോഗ്യസ്ഥിതിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അനുമാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ പ്രായമൊക്കെ ഇന്നലെ ഡോക്ടർ പറഞ്ഞ പോലെ ഏകദേശം ഒരുവിധം പ്രായമായിട്ടുള്ള കടുവയാണ്. 10-12 വയസ്സ് ഉള്ള കടുവയാണ് നമുക്ക് അനുമാനം. ഇതിന് നമുക്ക് നേരത്തെ ഓൾറെഡി ഇന്നലെ ഡോക്ടർ പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ റിപ്പോർട്ടഡ് ആയിട്ടുള്ളൊരു കടുവയാണത്. വേറെ സ്ഥലത്ത് റിപ്പോർട്ടഡ് ആയിട്ടുള്ള കടുവയാണ്, ഡാറ്റാബേസിലുള്ള കടുവയാണ്. ഈ കരുവാരക്കുണ്ടിൽ കണ്ട കടുവയും ഇതും ഒന്നാണെന്നാണ് മനസ്സിലാക്കുന്നത്. അന്നത്തെ ഇതനുസരിച്ച് അതിനെപ്പറ്റി വ്യക്തമായൊരു ഇതില്ല. അന്നൊരു ഓടിപ്പോകുന്ന പിക്ചറാണല്ലോ നമുക്ക് കിട്ടിയത്. കൂടുതലും സ്ഥാപിക്കുന്നുണ്ട്. അത് ഇന്ന് തന്നെ ഉണ്ടാവും. പുതിയ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് ക്യാമറകൾ മാറ്റി സ്ഥാപിക്കും. എത്ര കൂടുകളാണ് സ്ഥാപിക്കുന്നത്? ഇന്നിപ്പോൾ ഒരു കൂടി എക്സ്ട്രാ സ്ഥാപിക്കും. കാളികാവിലെ ആളക്കൊല്ലി കടുവയെ പിടികൂടാനുള്ള ദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു DFO. കൂടുതൽ സ്ഥാപിക്കും, അതോടെ കൂടുകൾ സ്ഥാപിക്കും, ഒപ്പം തന്നെ കൂടുതൽ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കുമെന്നാണ് DFO ഇപ്പോൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്.